ഈ ചർച്ചയിൽ 5 പേരുണ്ട്. ഒരു കോൺഗ്രസ് പ്രതിനിധി, ഒരു ഹിന്ദു തീവ്രവാദത്തിന്റെ പ്രതിനിധി, ഒരു ഇസ്ലാം തീവ്രവാദത്തിന്റെ പ്രതിനിധി, പിന്നെ ഡോക്ടർ പി കെ ഗോപൻ ഈ രൂപത്തിൽ അതിഥികളെ അപമാനിക്കാൻ അങ്ങേക്ക് പറ്റില്ല, അത് ചെയ്തുകൂടാ. മാധ്യമപ്രവർത്തകൻ ശ്രീ എൻ പി ചേക്കുട്ടി മുതിർന്ന മാധ്യമപ്രവർത്തകനായിട്ടാണ് എന്റെ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അങ്ങ് ആളുകളെ ഇങ്ങനെ അധിക്ഷേപിച്ച് സംസാരിക്കാതിരിക്കൂ. അങ്ങേക്ക് അങ്ങയുടെ ഭാഗം പറയാനുള്ള നിങ്ങൾ ചർച്ചയിൽ പങ്കെടുക്കാൻ സമ്മതിക്കത്തില്ലെങ്കിൽ, നിങ്ങൾ ചർച്ചയിൽ പങ്കെടുക്കാൻ സമ്മതിക്കത്തില്ലെങ്കിൽ സ്മൃതിയുടെ ചർച്ചയിൽ ഒരാളും പങ്കെടുക്കില്ല. സ്മൃതിയുടെ സൗജന്യത്തിലൊന്നും വർത്താനം പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നില്ല. സ്മൃതിയുടെ ഔദാര്യത്തിൽ ഇതിനകത്ത് ഇരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. സ്മൃതിയുടെ ഔദാര്യത്തിൽ സ്മൃതി ഞാൻ വിളിച്ചില്ല ചോദിച്ച് ഞങ്ങളുടെ സമയം മേലാൽ നിങ്ങൾ നശിപ്പിക്കും. നിങ്ങൾ തുടക്കം മുതൽ എടുക്കുന്ന എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി ചോദിക്കുക, ഈ മുസ്ലിം തീവ്രവാദി എന്ന് ഉദ്ദേശിച്ച ആരെയാണ്? മുസ്ലിം തീവ്രവാദി ആരോ ഒന്ന് പറഞ്ഞു. ഞാൻ ഈ ചർച്ചയ്ക്ക് അങ്ങനെയുള്ള പരാമർശമൊന്നും നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. സമയമില്ല. മറുപടി പറയാൻ ഒരുപാട് കാര്യങ്ങൾ. മുസ്ലിം തീവ്രവാദി എന്ന് ഉദ്ദേശിച്ചത് ആരെയാണ്? നിങ്ങൾ സമയം തരുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം. നിങ്ങൾ എൻ പി ചേക്കുട്ടി ആരാണെന്ന് മനസ്സിലാത്തോടാണ് നിങ്ങൾ ഈ മുസ്ലിം തീവ്രവാദി എന്നൊക്കെ പറയുന്നത്. അദ്ദേഹം സമൂഹത്തോട് പറയൂ ഇതിലെ മുസ്ലിം തീവ്രവാദി ഒന്ന് പറഞ്ഞു. 5 മിനിറ്റ് അങ്ങനെ നമുക്ക് നീട്ടാം, ചർച്ച നീട്ടാം. അങ്ങേക്ക് സമയമല്ലേ? അങ്ങയുടെ സമയമാണ്. അങ്ങ് വിശദമായി പറയും. സ്മൃതി എനിക്ക് സമയമില്ല. അങ്ങ് പോരുത് ശ്രീ ഗോപൻ, അങ്ങ് പോകരുത്. അങ്ങ് അധിക്ഷേപിച്ച സ്ഥിതിക്ക് ശ്രീ എൻ പി ചേക്കുട്ടിക്കും സംസാരിക്കാൻ. അദ്ദേഹം പറഞ്ഞത് കേട്ട ശേഷം പോകുക, അതാണ് അതിന്റെ ഒരു മര്യാദ. ഡോക്ടർ ഗോപൻ ഞങ്ങൾ തീരെയൊക്കെ ഇസ്ലാമിസ്റ്റുകളും തീവ്രവാദികളൊക്കെ ഞങ്ങൾ പാകിസ്ഥാനിൽ പോണ്ടി വരുമെന്ന് മാത്രമാണ്. ഗോപൻ സാർ ഞങ്ങളെ ഒന്നും സഹായിക്കാൻ, ഞങ്ങൾ പാവപ്പെട്ട തീയന്മാരാണ്. എന്റെ അച്ഛൻ തീയനായിരുന്നു, അമ്മ തീയത്തിയായിരുന്നു. അതുകൊണ്ട് ദയവായിട്ട് ഞങ്ങൾ ഈ നാട്ടിൽ തന്നെ കഴിഞ്ഞുകൂടാൻ അനുവദിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്.